ഗാനങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ റോഡുകളും കുമിഞ്ഞു കൂട്ടണ തവറുകളും കടിച്ചു കീറണ കൊതുകുകളും പിരിവെടുക്കണ റൗണ്ടികളും മരിച്ചു കൊല്ലണ ഗുണ്ടകളും തെളിതടക്കണ പാണ്ടികളും പൊക്കറ്റടിക്കണ ലോബികളും എന്ത് സ്റ്റൈലും കൊച്ചിയില് രാത്രി വയലും സിറ്റിയില് കണ്ട സാരം കൊച്ചിയില് രാത്രി വയലും സിറ്റിയില് നില്ലടാ നില്ലടാ അവരെ കൊല്ലടാ കൊല്ലടാ നില്ലടാ നില്ലടാ പണ്ട് കേരള നാട് വാണ അസുര രാജാവേ നന്മ ചെയ്ത് താണു പോയൊരു നല്ല രാജാവേ തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മിത്തോ തിരുവോണം മാവേലി മന്നൻ പണ്ട് കേരളം ഭരിച്ചപ്പോൾ പ്രജകൾക്കെന്നെന്നും പൊന്നോണം. ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ പ്രജകൾ നെട്ടൊട്ടമോടുമ്പോൾ എന്തോണം. ആ നല്ല നാളിൻ ഓർമ്മകൾ പൊന്നോണ നാളിൻ പെരുമകൾ അത് കേരനാടിന് നഷ്ടമാകുന്നു. വലതു ഭരിച്ചിട്ടും ഇടതു ഭരിച്ചിട്ടും ഭരണം തരികിടതോ സകതിനിതോ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ദിലീപ്. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഓണത്തിനും മാവേലി തമ്പുരാനോടൊപ്പം ഞാനും നിങ്ങളെ കാണാൻ എത്താറുണ്ട്. ആ പതിവ് ഈ തുടർച്ചയായ 12ാം വർഷവും തെറ്റിക്കുന്നില്ല. ഈശ്വര, ലൊക്കേഷനിൽ നിന്ന് ഒരാൾ കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു നിഴൽ രൂപം. അവരോട് പോയി. സഹോദര, അത് സൂപ്പർ സ്റ്റാർ സലിം കുമാറാണെന്ന് പറയാൻ എന്താ ഇത്രക്ക് മടി? ആ മടി ഉണ്ടാവും. കാരണം കഴിവ് കൊണ്ട് മാത്രം സിനിമയിൽ വിലസുന്ന ദിലീപിന് സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രം സിനിമയിൽ ഷൈൻ ചെയ്യുന്ന എന്നോട് അസൂയ തോന്നിയാല് അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഈ 12ാം വർഷവും മാവേലിയോടൊപ്പം നിങ്ങളെ കാണാൻ ഞാനുമുണ്ട്. നിങ്ങളുടെ സലിം കുമാർ. ബന്ദൊരുത്സവമാ ഇവിടത് എന്നും ഉത്സവമാ. അന്ന് പണിക്ക് പോയാൽ കൂലിയായി ഏറ് കിട്ടണ ദിവസമാ. അയ്യോ ഏറ് കൊണ്ട് ഞാൻ ചത്തേ. 3 പാർട്ടികളും അതിനൊരു 100 ഗ്രൂപ്പുകളും. ഇന്ന് ഭരണം ലഭിക്കുവാൻ സകലതരികിട പണിയും നടത്തണ കാലമാ. നാട് പുകയുന്നു, തൊമ്മൻ ചാണ്ടി ഉലയുന്നു. വോട്ടു ചെയ്ത ഈ പാവം ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും മന്ത്രിമാർ സൂഹിക്കുന്നു. പുണ്യവാൻ ലീഡർക്ക് ഉണ്ടായി 2 മക്കൾ. ഒന്നായ പാർട്ടി വെട്ടി 2ആക്കിയ പൊന്നുമക്കൾ. പുണ്യവാൻ ലീഡർക്ക് ഉണ്ടായി 2 മക്കൾ. ഒന്നായ പാർട്ടി വെട്ടി 2ആക്കിയ പൊന്നുമക്കൾ. വലത് ഭരിച്ചിട്ടും ഇടത് ഭരിച്ചിട്ടും വലത് ഭരിച്ചിട്ടും ഇടത് ഭരിച്ചിട്ടും ഭരണം തരികിടതോ സകതിനിതോ. മാവേലി മന്നൻ പണ്ട് കേരളം ഭരിച്ചപ്പോൾ പ്രജകൾക്കെന്നെന്നും പൊന്നോണം. തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും നാട് മുഴുക്കെ ലാത്തി ചാർജും പെരുകിയ നാട്ടിൽ ഓണം വന്നേ. കണ്ണിൽ കണ്ടവനൊക്കെ കേറി ഭരിച്ചു നിരങ്ങി ചളകളമാക്കിയ മാമല നാട്ടിൽ ഓണം വന്നേ. എന്നും കൊലവിളി എങ്ങും നിലവിളി തമ്മിൽ തെറിവിളി എല്ലാം തലവിധി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തൊന്തരവോടൊരു ഓണം വന്നേ. എന്നും കൊലവിളി എങ്ങും നിലവിളി തമ്മിൽ തെറിവിളി എല്ലാം തലവിധി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ
പണ്ട് കാണം വിറ്റ് ഓണം ഉണ്ട്, പണ്ട് കാണം വിറ്റ് കോടിയുടുത്ത് പൂക്കളമിട്ട് സദ്യയൊരുക്കി മാവലിയെ വരവേറ്റൊരു നാട്ടിൽ ഇന്ന് താലിയും വിറ്റ് വെള്ളമടിച്ച് താലിയും വിറ്റ് വെള്ളമടിച്ച് വാളുവണിഞ്ഞ് ബോധം കെട്ട് കാനയിൽ വീണ് കോണകമോടെ കേറി വരുമ്പോ തീരുമൊരോണം. എന്തൊരു കാലം എന്തൊരു നാട് എന്ന് പറഞ്ഞ് മാവലി മന്നൻ വന്ന വഴിക്ക് തിരിച്ചു പറക്കൂലോ. ഡോഗ്സ് ഓൺ കൺട്രി. ചുമ്മാ ഇരിടാ. ഡോഗ്സ് ഓൺ കൺട്രി അല്ല, ഗോഡ്സ് ഓൺ കൺട്രി. ദിലീപേ, അത് പണ്ട്. ഇപ്പോൾ ഡോഗ്സ് ഓൺ കൺട്രി. പട്ടികൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത നാട്. നീ ആവശ്യമില്ലാതെ പട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ദേ അവിടെ ഇവിടെ കിടന്ന് പട്ടി വരക്കണ്ടില്ലേ? വെറുതെ അല്ല പട്ടി വരക്കണത്. ദാ പുഴവൊക്കെ താരം മണല് വരിക. എടാ തങ്കപ്പ, നീ വെള്ളത്തിലേക്ക് വെറുതെ വായും പൊളിച്ച് നോക്കി നിൽക്കാതെ മണല് വാരി വണ്ടിയിലിടറോ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഈ പോലീസ് വരട്ടെ നോക്കാം. ആ നോക്കാം. എടാ തങ്കപ്പോ, എന്തുണ്ട്? നീ വേഗം വെള്ളത്തിലേക്ക് മുങ്ങിക്കോ. ഒരു പോലീസുകാരൻ ടോർച്ചെടുത്തിട്ട് വരുന്നുണ്ട്. എവിടെ? ദൈവമേ, അയാളുടെ യൂണിഫോം ഊരി വെച്ചൊരു കൊട്ടയുമായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് കാണണം. പൊന്നപ്പ, നിനക്ക് ആളെ മനസ്സിലായ? നമ്മുടെ കോൺസ്റ്റബിൾ ഇടിയൻ വർഗീസാണ്. പുള്ളിക്കാരുടെ പരിപാടി നടക്കണല്ല. പാവം, വാരിക്കോട്ടെ. നമ്മ എന്തിനാണ് അതൂതും പറഞ്ഞ് നേരം കളയണത്? നീ വേഗം മുങ്ങി വാരാൻ നോക്ക്. എന്റെ മണൽ മാഫിയ ശശി, തങ്കപ്പം പൊങ്ങിയില്ലെങ്കിലും ഒരു കൊട്ട മണലെങ്കിലും പൊങ്ങി വരണേ. തങ്കപ്പം പൊങ്ങിയല്ല, എടാ ചരല് കിട്ടിയ. എന്റെ പൊന്നപ്പ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ പുഴയുടെ അടുത്തിട്ട് മുഴുവൻ വാരിക്കൊട്ടലാക്കിയിട്ടുണ്ട്. ഇനി വലിച്ചു പൊക്കി കയറ്റിയാ മതി. ആ എന്നാ പിടിച്ചോ. ഒത്തു പിടിച്ച് ഒത്തു പിടിച്ച്. ഏടാ കൊട്ടയില് 2 വിഗ്രഹം. വിഗ്രഹമാണെങ്കിൽ നമുക്ക് വിറ്റ് കാശാക്കാടാ. നേരെ കരയിലേക്ക് തട്ടിക്കോ. എന്നാ പിടിച്ചോ. ഞാനെത്തി. കൂടെ എടാ തങ്കപ്പ, അത് വിഗ്രഹമൊന്നും അല്ലടാ. വർഷം തോറും നമ്മുടെ കേരളത്തിൽ വരുന്ന മാവേലിയും ഡൂപ്പുമാണ്. മാവേലി പാതാളത്തിൽ ഉറങ്ങിക്കിടന്ന നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. മണൽ മാഫിയ മണല് വാരി വാരി പാതാളം വരെ വാരി അവസാനം ഉറങ്ങിക്കിടന്ന നമ്മളെ അവര് വാരി. തങ്കപ്പ, പോലീസ് വണ്ടി വിട്ടോടാ. ആരോടരുത് CI മഹാദേവന്റെ തലക്കാളി എല്ലാത്തിനും ചവിട്ടിക്കൂട്ടും. പാർട്ടികള് അനധികൃതമായിട്ട് മണല് വാരിയ അത് എന്റെ അതിർത്തിയില് കിട്ടിയ 3 ലോഡ് മണൽ കിട്ടിയിട്ടുണ്ട്. 3 ലോഡാ? എന്റെ വെരിക്കുട്ട്. ഈ 3 ലോഡ് നേരെ ഐജിയുടെ വീട്ടിൽ കഴിച്ചോ. നാളെ ഐജിയുടെ വീട്ടിന്റെ വാർക്കലാണ്. ജീപ്പും ചാരി നോൻ മണലും കൊണ്ടുപോയി. ആരത് അവസാനം വന്നിട്ട് പഞ്ചില് പറയാൻ നീ ആരും മുൻഷിയാ? ഞാൻ മാവേലി, ഇത് ഡൂപ്പ്. ഏത് ഡൂപ്പാണെങ്കിലും എന്റെ അതിർത്തി വിട്ട് പൊക്കോണം. ഓർഡർ അവിടുന്ന്. നമ്മള് വന്ന സമയം മാറിപ്പോയിന്നാ തോന്നണേ. ഇത് വിഷുക്കാല പടക്കം പൊട്ടിക്കണ ശബ്ദം കേൾക്കണില്ലേ? തിരുമേനി, അത് പടക്കം പൊട്ടിക്കുന്ന ശബ്ദമല്ല. അങ്ങോട്ട് നോക്ക്. പോലീസുകാരും വിദ്യാർത്ഥികളും തമ്മിൽ പൊരിഞ്ഞടി നടക്കുക. ഗ്രാനേഡ് എന്തോരു ശബ്ദം. കേരളം വളരെ പുരോഗമിച്ചെന്നാ തോന്നണ ഡൂപ്പേ. ദേ പോലീസുകാര് കുളിപ്പിച്ച് വൃത്തിയാക്കിട്ടാണല്ലോ ഓടിച്ചിട്ട് തല്ലണേ. അത് കുളിപ്പിച്ച് കിടത്താൻ വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കുന്നതാ. എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ്ട ഡൂപ്പേ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മുങ്ങാടാ. ഡൂപ്പേ, എന്താ വലിയൊരു കൂല് കേക്കണേ? ഇവിടെ അടുത്തെങ്ങനെ നിയമസഭ കൂടുണ്ടോ? ഇത് നിയമസഭ എന്നുള്ള കൂവലല്ല തിരുമേനി. ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുവാണ്. അതേത് പാർട്ടിയാ ഡൂപ്പേ? അഖില കേരള കൂവൽ അസോസിയേഷൻ. അതാണ് കൂവലുകാർക്കും അസോസിയേഷനോ? അത് കൊള്ളാം. അതേ തിരുമേനി, നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ കൂകി തോൽപ്പിക്കാനുള്ള ആളുകളെ മൊത്തമായും ചില്ലറയായി കിട്ടുന്ന ഒരു സ്ഥാപനമാണിത്. എന്നാ പിന്നെ ഈ AK കുയ്യയുടെ ക്ലാസ് ഒന്ന് കേട്ടിട്ട് പോവാം. എന്താ ഡൂപ്പേ? എക്സ്ക്യൂസ് മീ ബോയ്സ്, കൂവ് നിർത്തൂ. നമ്മുടെ കൂവല് ബുക്ക് ചെയ്യാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ട്. വേഷം കണ്ടിട്ട് ഏതോ പുരാണ പടത്തിന്റെ പ്രൊഡ്യൂസറാണെന്നാണ് തോന്നണത്. താനാരാ? ഞാനാണ് ഈ AK കൂവിന്റെ ക്ലാസ് നടത്തുന്ന മാഷ്. പേര് കൂവപ്പറമ്പിൽ കുമാരൻ. 2ലും കൂവുണ്ട്. നിങ്ങളാരാ? ഞാൻ മാവേലി, ഇത് ഡൂപ്പ്. 2ലും കൂവില്ല. പൂവർ ബോയ്സ്. അതുകൊണ്ട് ബോയ്സ് ഒരു സ്പെഷ്യൽ കൂവ് കൊടുത്തോളൂ. ഒരു ആതിഥ്യ മര്യാദ. നന്നായി മാറ്റി. തൃപ്തിയായി.
എനിക്കിഷ്ടായി. അല്ല, ഈ അസോസിയേഷൻ കൊണ്ട് നിങ്ങൾ എന്തുദ്ദേശിക്കണേ? അതായത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം റിലീസ് ആകുമ്പോൾ അയാളോട് വൈരാഗ്യമുള്ള മറ്റു സൂപ്പർ സ്റ്റാറിന്റെ ഫാൻസുകാർക്ക് ചില ആവശ്യഘട്ടങ്ങളിൽ ഞങ്ങളുടെ സേവനം അത്യാവശ്യമായിട്ട് വരും. അവരിവിടെ വന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യും. അപ്പൊ ഈ പരിപാടിക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? പിന്നെ ഓഫീസിൽ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യുന്നത് കൂടാതെ ഇന്റർനെറ്റ് വഴി ഞങ്ങൾ ബുക്ക് ചെയ്യും. അതിന് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഉണ്ടോ? പിന്നെ www.yahoo.com. അല്ല, നിങ്ങൾ ഈ കൂവലിന് പോകുമ്പോ എങ്ങനെ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അത് പറ. സി മിസ്റ്റർ എം എ വേലി, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നിർത്താതെ കൂകണമെങ്കിൽ 500 രൂപയാണ് ഒരാൾക്ക് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ തുടക്കവും അവസാനവും മാത്രമാണെങ്കിൽ 300 രൂപക്ക് വരെ കൂവി കൊടുക്കും. പിന്നെ പുറത്താരോടും പറയണ്ട, ഈ ബന്ധങ്ങളിലൊക്കെ പുറത്ത് 150 രൂപക്ക് ഒരു കൂവി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൂകിയ സൂപ്പർ സ്റ്റാറുകൾക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാവില്ലേ? ഒരിക്കലും ഉണ്ടായില്ല. നെവർ സേ നെവർ അഗൈൻ. മറ്റുള്ള സൂപ്പർ സ്റ്റാറുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയും ഞങ്ങൾ കൂകും. പട്ടം ഏതായാലും കൂകൽ നന്നായാൽ മതി. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അല്ല, ഇപ്പോഴെന്തിനാ എന്നെ കൂവിയേ? അത് മാവേലിയെ കൂവിയതല്ല, നിങ്ങൾക്ക് ചായക്ക് പറഞ്ഞതാണ്. അതെന്താ ചായക്കടക്കാരൻ തിരിച്ച് അങ്ങനെ കൂവിയേ? അതെന്റെ തള്ളക്ക് പറഞ്ഞാണേ, പറ്റിയാശ കൊടുക്കാണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ഈ അസോസിയേഷനിലെ ആളെടുക്കുന്നത് എങ്ങനെയാ? അതിന് ഉയർന്ന വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. വെരി സിമ്പിൾ. കോളേജിൽ പോവണ്ട, ചില്ലക്ഷരം പഠിക്കണ്ട, വ്യഞ്ജനാക്ഷരം പഠിക്കണ്ട, കൂട്ടക്ഷരങ്ങൾ ഒന്നും തന്നെ പഠിക്കണ്ട. 2 അക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കാക്കാ കീക്കി കൂക്കുവിലെ ഒല്ലി കൂക്കു മാത്രം. ഈ 2 അക്ഷരം കൊണ്ട് 2.5 മണിക്കൂർ കൂക്ക്. അതാണ് ഞങ്ങളുടെ പോളിസി. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുന്നത് വഞ്ചി തുഴയുന്നവര്, ചരല് കുത്തണവര്, ചാളക്കാരി തുടങ്ങി കൂകിത്തെളിഞ്ഞ മേഖലയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള അധ്യാപകന്മാരാണ്. അതെ, ഒരു സംശയം, നിങ്ങൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കൂവണേ? അതായത് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോ തന്നെ അതിന്റെ വ്യാജ സീഡി ഞങ്ങൾ കളക്ട് ചെയ്യും. എന്നിട്ട് കൂകാനുള്ള സ്പോട്ടുകൾ ഞങ്ങൾ ഇന്റർനെറ്റിൽ ഫീഡ് ചെയ്യും. ആ ഭാഗം വരുമ്പോൾ ഞങ്ങൾ കൂകി പഠിക്കും. അത് കൊള്ളാലോ. നിങ്ങൾ കേരളത്തിൽ മാത്രമേ കൂവാറുള്ളൂ? തമിഴ്നാട്ടിൽ രജനീകാന്തിന്റെ ചിത്രം വരുമ്പോ നിങ്ങൾ പോയി കൂവോ? ഡോണ്ടു. രജനീകാന്തിന്റെ ചിത്രത്തിന് കൂവാൻ പോണത് സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുപോണ പോലെയാണ്. തമിഴന്മാര് തലവിറ്റി കളിക്കുന്ന പന്നികള്. എക്സ്ക്യൂസ് മീ, ഇതാണോ AKQന്റെ ഓഫീസ്? അതെ, നിങ്ങളാരാ? ഞാനൊരു ഡയറക്ടറാണ്, ശരിക്കും പറഞ്ഞാൽ സംവിധായകൻ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്തില്ലേ, വാലില്ലാത്ത തുമ്പികൾ, അതിന്റെ സംവിധായകൻ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ എന്റെ വാലില്ലാത്ത തുമ്പി കിട്ടുന്നു കൂടാ. വേണമെങ്കിൽ നാട്ടുകാരെ മൊത്തം വിളിക്കൂ. അല്ലേ പിന്നെ നീ എന്ത് ചെയ്യുമടാ? നീ ഏകകൂലെ വെല്ലുവിളിക്കുന്നു. സമയം കളയാതെ ധൈര്യമുണ്ട് തിയേറ്ററിൽ വന്ന് കൂടാ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഡിയർ ബോയ്സ്, നമ്മള് വെല്ലുവിളിക്കുന്ന ഈ കൊച്ചുണ്ടാപ്രിയുടെ മുതുകത്ത് കൂവലിന്റെ സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. പൊന്നുകേട്ടന്മാരെ, എന്നെ കൊല്ലില്ലേ? പിന്നെ എന്തിനാണ് ദുഷ്ട നീ AKQവിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളെ വെല്ലുവിളിച്ചത്? എന്റെ പൊന്നുകേട്ട, അങ്ങനെയെങ്കിലും 10 പേര് എന്റെ വാലില്ലാത്ത തുമ്പിയെ കാണട്ടെ എന്ന് കരുതി. നിന്റെ ഐഡിയ കൊള്ളാലോ. പണ്ടത്തെ പോലൊന്നുമല്ല മാവേലി. ഇന്നൊരു മലയാളം പടം ഓടണമെങ്കിലേ അതൊരു വലിയ പണിയാ. പണ്ട് മലയാള പടമോടാൻ ജയന്മതി, ജയന്റെ ഒരു കയ്യിൽ പുലിയുണ്ടേ അത് മതി. പണ്ട് മലയാള പടമോടാൻ ജയന്മതി, ജയന്റെ ഒരു കയ്യിൽ പുലിയുണ്ടേ അത് മതി. അന്ന് സിനിമ പോസ്റ്ററിനുള്ളിൽ പെരുമ്പാമ്പും മുതലയുമായി ജയൻ മസിലു പിടിക്കണ കണ്ടാൽ ജനം കൂടുന്ന കാലമതാ. ചുമ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്നൊരു ജയനെ മറക്കുമോ? പണ്ട് മലയാള പടമോടാൻ ജയന്മതി, ജയന്റെ ഒരു കയ്യിൽ പുലിയുണ്ടേ അത് മതി. നടിമാരിൽ ശീല, പിന്നെ പിറകെ വന്നു സീമ. വാ, ജയഭാരതി മുന്നിമേരിയും വിലസി നടന്നൊരു കാലം.
നടിമാരിൽ ഷീല, പിന്നെ പിറകെ വന്നു സീമ. ജയഭാരതി മുന്നിമേരി വിലസി നടന്നൊരു കാലം. പാട്ടിലും സീനിലും നടികൾ നദികളിൽ നീരാടും നേരം. പാട്ടിലും സീനിലും നടികൾ നദികളിൽ നീരാടും നേരം. ഉയരും നല്ലൊരാരവം, ഇളവന്മാരുടാരവം. അന്ന് കുളിയുണ്ടേൽ പടമോടാൻ അത് മതി. പിന്നെ സിൽക്കിന്റെ കുൽക്കുണ്ടേൽ അത് മതി. എന്റെ മോ കൊടുത്ത കാശ് മുതലായി. മലയാളിക്കിന്നിപ്പോൾ വിവരം ലേശം കൂടി. ഒരു ജാതി ചാണാപ്പുളിക്കഥകൾ വേണ്ടാതായി. മലയാളിക്കിന്നിപ്പോൾ വിവരം ലേശം കൂടി. ഒരു ജാതി ചാണാപ്പുളിക്കഥകൾ വേണ്ടാതായി. കോടികൾ പൊടിച്ചിട്ട് പടമൊന്നു പിടിച്ചാലും ഓടാത്തൊരു കാലം. പടം കണ്ട് കരഞ്ഞാലും ചിരിച്ചാലും പൊതുജനം കൂകുന്നൊരു കാലം. നമ്മൾ മനസ്സിൽ കാണും സ്റ്റോറികൾ ജനം മനത്തിൽ കാണും കാലം. പണ്ട് മലയാള പടമോടാൻ ജയൻ മതി. ജയന്റെ ഒരു കയ്യിൽ പുലിയുണ്ടേ അത് മതി. അന്ന് സിനിമ പോസ്റ്ററിനുള്ളിൽ പെരുമ്പാമ്പും മുതലയുമായി ജയൻ മസിലു പിടിക്കണ കണ്ടാൽ ജനം കൂടുന്ന കാലമതാ. ചുമ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്നൊരു ജയനെ മറക്കുമോ? ഒരേക്കർ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചിരിക്കാമായിരുന്നു. ഓ, ഇതൊരെണ്ണം കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പറയാൻ. ഇതാണ് ഈ മിമിക്രിക്കാരുടെ പ്രശ്നം. മലയാളത്തിൽ അനശ്വരനായ ആക്ഷൻ ഹീറോയെ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞപ്പോൾ കൊമേഡിയനാക്കി. സിനിമാക്കാരെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ പല തലമൂത്ത കാരണവന്മാരെയും ഇവർ വെറുതെ വിടാറില്ല. എന്താ ഞാൻ പറഞ്ഞത് മാവേലി തമ്മിലെന്ന് വിശ്വാസമായില്ലേ? എങ്കിലൊരു കാര്യം ചെയ്യ്, നേരിട്ട് ചെന്ന് നോക്ക്, അപ്പം മനസ്സിലാവും. ഇതേത് ഈ പള്ളി? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഈ പള്ളി കണ്ടില്ലല്ലോ. തിരുമേനി, ബത്തക വലിപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? സെന്റ് പൊളിറ്റിക്സ് ചർച്ച്. സെന്റ് പൊളിറ്റിക്സ് ചർച്ചോ? അതെ, സെന്റ് പൊളിറ്റിക്സ് ചർച്ച്, വിശുദ്ധ രാഷ്ട്രീയ പള്ളി. അതെന്ത് പള്ളിയാ? നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ വിശുദ്ധന്മാരെല്ലാരും കൂടി ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു ഇടവക പള്ളിയാണ്. അത് കൊള്ളാലോ. എന്നാ പിന്നെ നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ആ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിക്കാം. അയ്യേ, ഇതാരിങ്ങനെ താളമില്ലാതെ പള്ളി മണി അടിക്കണേ? ഈ സെന്റ് പൊളിറ്റിക്സ് ചർച്ചിലെ കപ്പ്യാര അച്ചുമാമ കപ്പ്യാർ. അതെ, ഞാനിപ്പോൾ താൽക്കാലികമായി ഒരു കപ്പ്യാരാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പള്ളിയിലെ മുഖ്യ വികാരി ഞാനായിരിക്കും. റവറന്റ് ഫാദർ അച്ചുമാമൻ മാരാരിക്കുളം. എന്റെ ഈശ്വര, അപ്പൊ ഈ പള്ളിയിൽ അടുത്ത വർഷം ഒരു വെട്ടിനിരത്തിൽ പ്രതീക്ഷിക്കാം. മാവേലി അധികം തമാശിക്കണ്ട. നല്ല ചുവചുവാന്തിരിക്കുന്ന 3 ലോഹ ഞാൻ തയ്പ്പിച്ചു വെച്ചിട്ട് കാലം കുറെ ആയിടൂ. ആട്ടെ, ഇപ്പോഴത്തെ ഇവിടുത്തെ വികാരിയച്ഛൻ ആരാണാവോ? തലക്ക് ചൂട് പിടിച്ച് നടക്കുന്ന ഒരു തൊമ്മൻചാണ്ടി അച്ഛൻ. ഞാനാണ് ഈ ഇടവകയിലെ വികാരി അച്ഛൻ തൊമ്മൻചാണ്ടി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നതാ. അച്ഛന് പട്ടം കിട്ടിയിട്ട് എത്ര നാളായി? എനിക്ക് വട്ടായിട്ട് അല്ല, പട്ടം കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ വട്ടം ചുറ്റുകയാണ്. എന്നെ വട്ടം ചുറ്റിക്കുന്നവരോട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഇതിനു മുമ്പിരുന്ന വികാരിയെ വട്ടം ചുറ്റിച്ച് പറത്തി വിട്ട പോലെ എന്നെ പറത്തി വിടാമെന്ന് ഒരു കുഞ്ഞും വിചാരിക്കണ്ട. എന്നെ ഭരിക്കാൻ വന്നാൽ എല്ലാത്തിനെയും അന്ത്യകൂദാശ കൊടുത്ത് ഞാൻ വിടും. മന്ത്രിസഭയാണ് സത്യം, അല്ല തിരുസഭയാണ് സത്യം. താൻ അന്ത്യകൂദാശ കൊടുത്തുവിടുമെന്ന് പറഞ്ഞത് എന്നെയും എന്റെ മക്കളെ ഉദ്ദേശിച്ചായിരിക്കും. തനിക്ക് ഡൽഹി അതിരൂപതയിൽ പിടിപാടുണ്ടെന്ന് കരുതി എന്നെ പേടിപ്പിക്കണ്ട. എടോ, ഈ ഇടവയിലെ കുഞ്ഞാടുകളുടെ മനസ്സിൽ ഇന്ന് ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. മുൻ വികാരിയാ പറയുന്നത്. ലീഡറച്ചോ, ഈശോ മിശിഹായ്ക്കും സ്തുതി ആയിരിക്കട്ടെ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും എപ്പോഴും സ്തുതി അയ്യായിരിക്കട്ടെ. ആട്ടെ, ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഇന്നലെയോ? അതാരാ? അല്ല, ഇന്നലെ ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചതാ. ഈയിടെയായിട്ട് എന്തു പറഞ്ഞാലും വായില് ഇന്നലെ തന്നെ വരൂ. കപ്പ്യാരെ,
ഈ പള്ളിയുടെ പുറത്ത് 9 പേര് മാല ഇട്ട് നിരന്ന് നിൽപ്പുണ്ടല്ലോ, അവര് ദിവ്യബലിക്ക് വന്നതാ? അവര് ദിവ്യബലിക്കെന്നും വന്നവരല്ലടോ, ഈ ലീഡർക്ക് വേണ്ടി സ്വന്തം ഭാവി ബലി കൊടുത്തിട്ട് വന്ന് നിൽക്കുന്നവരാ. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ ഈശ്വര, പാവത്താനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്നു. ദേ വരുന്നു ആ പാവത്താൻ. കുക്കുരു കുക്കുരു കൂറും ചക്കുരു കുക്കുരു കൂറും പണ്ടൊരു കാട്ടിലെത്തി. കുട്ടികളെ പോലെ പാട്ടുപാടി തുള്ളിച്ചാടിയാണല്ലോ പറഞ്ഞേ. ഗുരുവായൂരപ്പാ, ഇവിടുന്ന് പോകുമ്പോ ചെറിയൊരു ലക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വട്ട് കൂടിയെന്ന് തോന്നുന്നു. ഞാൻ വന്നത് നിങ്ങൾ ആരും കാണാൻ വേണ്ടിയിട്ടല്ല. 3 കൊല്ലം ഞാൻ ചുവന്ന കുരിശ് ഇപ്പോൾ ചോക്കുന്ന ഒരാളുണ്ട്. അയാളുടെ വിശേഷങ്ങൾ അറിയാൻ വന്നതാ. എങ്ങനെയുണ്ട് റെവറൻഡ് ഫാദർ തുമ്മൻചാണ്ടി പള്ളിയിലെ വിശേഷങ്ങൾ? ഇടവകയുടെ ഭരണം എന്ന കുരിശ് എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ ഈ ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വയസ്സായ ആണിളകിയ ഒരു മരക്കുരിശും 2 കുട്ടിക്കുരിശും ഉള്ളിടത്തോളം കാലം മനുഷ്യന് മനസമാധാനം കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കുരിശ് താഴെ ഇറക്കി വെച്ച് ഇടവകയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകൂ. കുറെ നാളെ ഇയാള് മറ്റുള്ളവരോട് രാജിവെച്ച് ഇറങ്ങിപ്പോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇയാൾക്ക് ഈ പണി നിർത്തിയിട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോക്കൂടെ? എന്ത്? എന്നോട് ഈ ഇടവകെട്ടി ഇറങ്ങി പോവാനോ? കൊള്ളാം. ഗാന്ധിജിയോട് ഇന്ത്യ വിട്ട് ഇറങ്ങിപ്പോവാൻ ബ്രിട്ടീഷുകാർ പറഞ്ഞ പോലെയായി. എന്റെ ഈശ്വര, ഇപ്രാവശ്യം വന്നിട്ട് ഒരു തികഞ്ഞ ഗാന്ധിയനെ കാണാൻ പറ്റിയല്ലോ. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. മാവേലിക്കറിയോ, ജനങ്ങളുടെ ഇടയിൽ അന്നും ഇന്നും എന്നും ഞാൻ തന്നെയാണ് ഒന്നാമൻ. ഞാനാ എന്നും ഒന്നാം നമ്പർ, അടിവലി രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഞാനാ എന്നും ഒന്നാം നമ്പർ, അടിവലി രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ചിലതര കളികൾ ഞാൻ കളിച്ചില്ലേ, പലതിലും ഒടുവിൽ ഞാൻ ജയിച്ചില്ലേ. മറുപടി അന്തോണി കുഞ്ഞുഞ്ഞും ചൊല്ലൂല. ഞാനാ എന്നും ഒന്നാം നമ്പർ, അടിവലി രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. അദ്ദേഹം പറയുന്നതില് കാര്യമില്ലാതില്ല. പിന്നെ അച്ഛൻ സ്വയം ബൂസ്റ്റ് ചെയ്ത് മതി, ഇനി എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യ്. മോനാ പിന്നെ ഒന്നാം നമ്പർ. അത് കറക്റ്റാണ്. കരികിട രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഇതിനുള്ള എവിഡൻസ് എവിടെയാടോ? ഒന്ന് പറയടോ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പാലം വലിച്ചു ഞാൻ. എന്റെ മോന്റെ ഭാവിക്കായി പാർട്ടി പൊളിച്ചു. അത് വളരെ ശരിയാണ്. ഒരു വക 2 കെട്ട കളി കളിച്ചവനാ. പരവപ്പിൽ ഞാനല്ലേ ഒന്നാം നമ്പർ. നിങ്ങളെക്കാൾ വിള്ളലുള്ള ഞങ്ങളുടെ പാർട്ടിയിലെ ഉച്ചവരെ മുടയവരെ വെട്ടി നിരത്തി. കണ്ടവനെ കേട്ടവനെ നല്ലതിനും കെട്ടതിനും വട്ടതിന്ന് ഭാര്യം പറ്റി പോന്നോനല്ലേ ഞാൻ. അതുകൊണ്ട് താൻ ചൊല്ലു, ഞാനല്ലേ നമ്പർ 1. ഞാനാ ഇന്ന് ഒന്നാം നമ്പർ, ഇടതിന്റെ രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. മനോഹരമായി ഞാൻ പാടി ഷൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തിനാണ് മിസ്റ്റർ തുമ്മൻചാണ്ടി എന്നോട് നിർത്താൻ പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കേരളം അതിവേഗം ബഹുദൂരം എന്ന ഐഡിയ കൊണ്ടുവന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാനാ ഇന്ന് ഒന്നാം നമ്പർ, ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഒന്നാം നമ്പറാന്ന് പറയാൻ എന്ത് യോഗ്യതയോ തനിക്കുള്ളത്? താൻ കേരളത്തിൽ എന്ത് ഒലത്തി? കടുമേട് ചാടിക്കടന്ന് കഞ്ചാവ് വെട്ടി ഞാൻ. അച്ഛന്മാരെ പിള്ളാരെ മടിച്ചൊതുക്കി. സുനാമിന്ന് കിട്ടിയ കാശിന്റെ കണക്ക് മുഖ്യവനാ. അപ്പോൾ പിന്നെ ഞാനല്ലേ ഒന്നാം നമ്പർ. ഇനി ഞാൻ പാടാം. മിസ്റ്റർ അന്തോണി, നിങ്ങൾ പാടുമ്പോൾ നിർത്തി പാടൂ. എങ്കിലല്ലേ എനിക്ക് തന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ പറ്റൂ. നിങ്ങൾ കെട്ട് കേരളത്തെ വട്ടപൂജ്യമാക്കിയിട്ടും 3 കൊല്ലം മുഖ്യനായി ഞാൻ ഭരിച്ചില്ലേ. അത് കഴിഞ്ഞ് രാജിവെച്ച് വെറുതെ നിൽക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ MP-യായി ഡൽഹിയിലെത്തിയില്ലേ. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ഞാനല്ലേ ഒന്നാമൻ. ഞാനാ എന്നും ഒന്നാം നമ്പർ, ഒരു വക രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഞാനാ എന്നും ഒന്നാം നമ്പർ, അടിവലി രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഇന്ന് ഒന്നാം നമ്പർ, ഇടതിന്റെ രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഞാനാ എന്നും ഒന്നാം നമ്പർ, ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ. ഓ നിർത്ത്. നിങ്ങളൊക്കെ നമ്പർ 1ഉം നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഞങ്ങൾ ഈ പാവം ജനങ്ങളൊക്കെ വട്ടപ്പൂജു. അതുകൊണ്ടാണല്ലോ എന്നും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാര സീരിയൽ ഇറങ്ങിയിറങ്ങുന്നത്.
ഈശ്വര, മാവേലിയും അത് കണ്ടുന്നാ തോന്നണേ. ഏടോ ഡൂപ്പേ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ കട്ടിലും പായും തലേനായി ഒത്തിരി രോഗികൾ കിടക്കണ്ടല്ലോ. സർക്കാർ ആശുപത്രി ഇങ്ങോട്ട് മാറ്റിയോ? എന്റെ പൊന്നു തിരുമേനി, ആ കിടക്കുന്നത് രോഗികളൊന്നും അല്ല, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരാഹാരം കിടക്കുന്നവരാ. മരണം വരെ കിടക്കുള്ളൂ. അതെന്താ മരിച്ചു കഴിഞ്ഞു മാറി കഴിഞ്ഞിട്ട് പോവും. സമരക്കാര് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കുടിവെള്ള പ്രശ്നം നിരാഹാരം 60-ാം ദിവസം, അധ്യാപക സമരം നിരാഹാരം 45-ാം ദിവസം, ഒരു കാര്യമില്ലാത്തൊരു നിരാഹാരം 365-ാം ദിവസം. 365 ദിവസം ആഹാരം ഒന്നും കഴിക്കാതെ നിരാഹാരം കിടന്ന ആള് മടിയാകില്ലേ ഡൂപ്പേ? നിരാഹാരം കിടന്നാലല്ലേ വടിയാകുള്ളൂ. ഒരുത്തരിരുന്ന് ജ്യൂസ് കഴിക്കുന്നത് കണ്ടില്ലേ? അനിയെ, നിരാഹാരം കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുക. എന്റെ പൊന്നു മാവേലി, ആ ബോർഡിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നിരാഹാരം ഒന്നല്ല, നീരാഹാരം. അതായത് ജ്യൂസ്, പാല്, ബോൺവിറ്റ, ഹോർലിക്സ് അങ്ങനെ നീരുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കാവുന്ന നീരാഹാര സത്യാഗ്രഹം. നിരാഹാരം 95-ാം ദിവസം. ഇതിൽ ബോർഡ് മാത്രമേ ഉള്ളൂ. നിരാഹാരം കിടക്കുന്ന ആളെവിടെ? പുള്ളിക്കാരൻ ഭക്ഷ്യവിഷബാധേറ്റ ആശുപത്രിയിലാണ്. അത് കൊള്ളാം. നിരാഹാരം കിടക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ടോർച്ച് ഉണ്ടല്ലോ. നിരാഹാരം കിടക്കുന്ന ചേട്ടാ, എന്തിനാ ഇത്ര നീളമുള്ള ടോർച്ച്? 4 കുറ്റിപ്പുട്ടും 2 ഏത്തപ്പഴവും ക്ലീൻ ആയിട്ട് കയറും. 6 ബാറ്ററി കയറുമെന്ന് പറയായിരുന്നു. നിന്റെ അണ്ണാക്കില അല്ല, ടോർച്ചിലെ. അവിടെ ഒരു പാവം നിരാഹാരം മൂടി പൊറച്ച് കിടന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ. അയാൾക്ക് ഡെങ്കിപ്പനിയാണോ? അത് ഡെങ്കിപ്പനിയൊന്നും അല്ല. എന്റെ കെട്ടിയ മൂടി പതച്ച് കിടന്ന് നല്ല അന്തസ്സായിട്ട് ചിക്കന്റെ കാല് കടിച്ചു പറിച്ച് തിന്നണതാണ്. അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് വിറക്കണതായിട്ട് തോന്നണത്, അറിയാമോ? നിരാഹാര സമരം 10-ാം ദിവസം ആമിനത്താത്ത വന്നല്ലോ ഓണത്തിന്റെ മുതല്. ഇത്തെന്തിനാ ഇവിടെ നിരാഹാരം കിടക്കണേ? എനിക്ക് വിധവാ പെൻഷൻ പാസ്സായി കിട്ടാൻ. വിധവകൾക്കല്ലേ വിധവാ പെൻഷൻ? ബീരാനിക്ക് മരിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നു മാവേലി, ഇപ്പൊ അപേക്ഷിച്ചാലല്ലേ അങ്ങേര് മയ്യത്താവുമ്പോഴേക്ക് അനുവദിച്ചിട്ടുള്ളൂ. നമ്മുടെ അല്ലേ സർക്കാര്? ബഹദൂരം അവിവേകം എന്നാണല്ലോ വെപ്പ്. ഈ നിരാഹാരം കിടക്കുന്നിടത്തേക്ക് സദ്യയുടെ പാട്ട് വെക്കുന്നത് ആരാ? എന്റെ പൊന്നു മാവേലി, നിരാഹാരം പൊളിക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന അടവല്ലേത്? 3-4 പേരുടെ നിരാഹാരം ഈ പാട്ട് കേട്ട് പൊളിഞ്ഞു മാവേലി. അപ്പൊ ഇത്തവണയോ? എനിക്ക് പാട്ട് കേട്ട് കൊതി മൂത്ത് ബൈറ്റിളക്കായി. നിങ്ങൾ ഇങ്ങനെ നോക്കി ഇളനീര് കൊടുക്ക്. ഇളനീര് കൊടുക്കുന്നത് നിരാഹാരം അവസാനിപ്പിക്കുമ്പോഴല്ലേ? നിരാഹാരം കിടക്കുന്ന ആൾക്കല്ല, മന്ത്രിക്ക് കൊടുക്കാനാ പറഞ്ഞത്. പോകാൻ പറ്റേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പൂവമ്പഴവും പാൽക്കഞ്ഞിയും ഇപ്പൊ ഒരു മുസമ്പി ജ്യൂസ് 2 പഴവും കഴിച്ചതേ ഉള്ളൂ. ഒരാള് നിരാഹാരം കിടക്കിയല്ലേ, അയാൾ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെ ഇളനീര് കുടിക്കും? ഒരു മനുഷ്യത്വമൊക്കെ വേണ്ടേ? കിട്ടുമെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡും 2 പപ്സും കൊടുത്തോളൂ. നേതാവ് കൊള്ളാലോ, അണികളോട് എന്തോ ഒരു കാരുണ്യം. തിരുമേനി, ആ നിരാഹാര പന്തലിന്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റാൻഡ് ഒരു പെണ്ണ് കുറെ നേരമായി നമ്മളെ നോക്കി നിൽക്കുന്നു. ക്ഷേമം അന്വേഷിക്കണോ? അടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയോ അവളുടെ അടുത്തേക്ക് പോകുകയോ ചെയ്യരുത്. കുടുങ്ങിപ്പോകും. എനിക്ക് അനുഭവം ഉള്ളതാ. അവള് പെശകാണ്, ഒജപ്പെശക്. വശപ്പശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ. അവളെയൊരു ജെന്റിൽമാൻ നോട്ടമിടുന്നുണ്ടേ. വശപ്പശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ. അവളെയൊരു ജെന്റിൽമാൻ നോട്ടമിടുന്നുണ്ടേ. ആളുകൾ കാണാതെ അവളെ പൊക്കാൻ പ്ലാനുണ്ടേ. ആരു വിളിച്ചാലും അവള് പോകാൻ റെഡിയുണ്ടേ. ആ നിൽക്കുന്ന പെണ്ണിന്റെ പേരിൽ 4 സ്റ്റോറി ഉണ്ടായിടും. അവളെ പൊക്കിട്ടാറാക്കാൻ അന്നൊരു മഞ്ഞപത്രമുണ്ടായിടും. ഒരു പെണ്ണു നിനച്ചെന്നാൽ ആടിനെ കൊന്നു വഴിക്കാനും ജാഥ നടത്താനും ഒരു വിളിയാളുകളുണ്ടാകും. വശപ്പശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ. അവളെയൊരു ജെന്റിൽമാൻ നോട്ടമിടുന്നുണ്ടേ.
അത് വീണ്ടും പുറത്താകും. എവിടുന്നോ വന്ന പീറം പെണ്ണ് നിറയുന്നു പിന്നെ TV സ്ക്രീനിൽ. അറിയാതെ ചെയ്ത പാപച്ചൂടിൽ ഉരുകുന്നു പലരും ഐസ്ക്രീം പോലെ ഇവിടെ. വശവശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ. അവളെ ഒരു ജെന്റിൽമാൻ നോട്ടമിടുന്നുണ്ടേ. വശവശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ. അവളെ ഒരു ജെന്റിൽമാൻ നോട്ടമിടുന്നുണ്ടേ. പെണ്ണു പറ്റ എടാ ആദർശേ, ദേ അത് നോക്കി. കേരളം നടന്നു കാണാൻ ഇറങ്ങിയ നമ്മുടെ മാവേലി തമ്പുരാൻ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ കിടന്ന് കറക്കണത് എന്തോ ഒരു ദുരുദ്ദേശം ഇല്ലേ? രാജമ്മ ഉടൻ സ്റ്റാൻഡ് വിട്ടു പോണം. ആലമാടൻ ജീവിക്കാൻ അനുവദിക്കാല. ബസ് നമ്പർ 6355 രാജമ്മ ഉടൻ സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. എടി രാജമ്മ, അത് നിന്നെ പറ്റിയല്ലടി, ആ കിടക്കണ പാട്ടവണ്ടിയെ പറ്റിയാണ്. എനിക്കത് പെട്ടെന്ന് പോയില്ല. ഡൂപ്പേ, എന്താ തിരുമേനി? നമുക്ക് കൊച്ചു വരെ ഒന്ന് പോയാലോ? എന്താ ആ കിടക്കുന്ന വണ്ടിയിലേക്ക് കേറിക്കോ തിരുമേനി. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. എടോ ടിക്കറ്റ് എടുത്തോ? ബാക്കിലെടുത്തോ? ഇല്ല. ഫ്രണ്ടിലോ? ഇല്ല. ഇത് നടുക്കിക്കണ ഞാൻ മാത്രം എടുക്കണ എന്തിനാ? ആ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. ചാച്ചി ഒന്ന് തിരിഞ്ഞു നിൽക്കോ. എന്തിനാണ്? ബാക്ക് ഒന്ന് കാണാനാണ്. കള്ളേന്തിന് പറയണ? വണ്ടിയുടെ ബാക്ക് കാണുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ ബസ്സിലിരിക്കുന്ന മാന്യ ഗോത്രക്കാരെ അല്ല യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ 10 വർഷമായി ഈ ബസ്സിൽ കാർഡിട്ട് തണ്ടുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ATM കാർഡ് സ്വന്തമാക്കാൻ സാധിച്ചത്. ATM കാർഡോ? എന്താ സാധനം? അന്തസ്സായിട്ട് തെണ്ടാനുള്ള മാർഗം ATM. ചോദ്യപേപ്പറുകൾ അടുത്ത മാസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ. SSLC, BSc, PSc, PDC, TTC, +1, +2, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എക്സാം എന്ന് വേണ്ട ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയും എന്തിനും നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ആദായ വിലയ്ക്ക്. അടുത്ത മാസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പരസ്യമായിട്ട് വിൽക്കേ. ഒന്നും ഉണ്ടായിരുന്നു. 2 ബയോളജി വാങ്ങുന്നവർക്ക് ഒരു കെമിസ്ട്രി ഫ്രീ. മാത്തമാറ്റിക്സും ഇംഗ്ലീഷും വാങ്ങുന്നവർക്ക് മലയാളം സെക്കൻഡ് പേപ്പർ ഫ്രീ. തല പുകഞ്ഞു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷ സഹായി. ചോദ്യ പേപ്പറുകൾ വീട്ടിൽ നിന്ന് വായിക്കുക, ബുക്ക് നോക്കി എഴുതുക, സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക. വിജയം സുനിശ്ചിതം. ചെമ്പിൾ. എന്താ ക്രമാടോ താനീ കാണിക്കണേ? ഞാൻ എന്ത് കാണിച്ചു? കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ചോട്ടിൽ കോടാലി വെക്കാനല്ലേ? ആര് പറഞ്ഞു ചോട്ടിൽ കോടാലി വെക്കുകയാണെന്ന്? പെട്ടെന്ന് വളരാനുള്ള വള വെട്ടി കൊടുക്കില്ലേ തിരുമേനി? മിണ്ടല്ലേ, ഒരു പോലീസ് വണ്ടി. ഹലോ, അതെ, സി മഹാദേവൻ ഹിയർ. ഓവർ 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 ഓവർ. ആ പോലീസുകാരൻ എന്താ ഓവറായിട്ടൊന്നും ഓവർ പറയണേ? ഇയാൾ ഓവർ ചെയ്യാറാ? ശരി സാർ. ഗ്രാനേഡ് 100, മിസൈൽ 100, ജലപീരങ്കി 25, ടിയർ ഗ്യാസ് 500, അണുബോംബ് 10, ആറ്റം ബോംബ് 100, നാറ്റം ബോംബ് 50. എന്റെ പൊന്നേ ഡൂപ്പേ, അതിർത്തിയിൽ യുദ്ധം തുടങ്ങിയെന്നാ തോന്നണേ. പോലീസ് യുദ്ധത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുണ്ടല്ലോ. അത് അതിർത്തിയിൽ യുദ്ധം തുടങ്ങിയിട്ടല്ല മാവേലി. ഇവിടെ ഏതോ LP സ്കൂളിലെ കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവരെ നേരിടാനുള്ള ഒരുക്കമാണ്. പണ്ടൊക്കെ കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ്. ഇപ്പൊ കൊച്ചുകുട്ടികൾ സമരം ചെയ്ത ഗ്രാനേഡിനെ ഇതെന്തൊരു കാല. തിരുമേനി, അത് കണ്ടോ? ഒരു മനുഷ്യൻ ഹെൽമെറ്റ് വെച്ചോണ്ട് നടന്നു വരുന്നു. കേരളത്തിലൂടെ നടക്കണമെങ്കിൽ തലയിൽ ഇപ്പൊ ഹെൽമെറ്റ് വെക്കണം. അയ്യോ ഡൂപ്പേ. ഹലോ ഹെൽമെറ്റ് ധാരി, ഒന്ന് നിന്നേ, ഒന്ന് ചോദിച്ചോട്ടെ. എന്താണോ മാവേലി കുഞ്ഞാടെ? ഇത് നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛനല്ലേ? അച്ഛൻ എന്തിനാ ഹെൽമെറ്റ് വെച്ചോണ്ട് നടക്കണേ? ഇപ്പോൾ അച്ഛന്മാരെ ഓടിച്ചിട്ട് തല്ലുന്ന സീസൺ ആണ്. ആണോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ കുറച്ച് നിയമപാലകർ പള്ളിയിൽ അതിക്രമിച്ചു കയറി എന്നെ ഓടിച്ചിട്ടടിച്ചു. അയ്യോ. ഒരു കാപ്പുറത്ത് ബാക്കിലടി കിട്ടിയ ഞാൻ ചെമ്മീൻ ചാടുന്നത് പോലെയാണ് മതിൽ ചാടി ഓടിയതാ. എല്ലാ ചാനലുകാരും അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. തിരിഞ്ഞു നോക്കാതെയുള്ള എന്റെ ഓട്ടം കണ്ടിട്ടോ PT ഉഷയുടെ കോച്ച് നമ്പ്യാർ ഫോണിൽ വിളിച്ചെന്നെ ഒത്തിരി അഭിനന്ദിച്ചു. ഒളിമ്പിക്സിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്റെ ഈശ്വര, എന്താ ഞാൻ ഈ കേൾക്കണേ? വൈദികരെ പള്ളി കയറി പോലീസ് അടിച്ചെന്നോ? അത് മോശല്ലേ? ആട്ടെ, എന്തായിരുന്നു കാര്യം? മാവേലി, ലോകസഭയിലും നിയമസഭയിലും രാജ്യസഭയിലുമുള്ള പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തിരുസഭയിൽ നടക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ടോ? പിന്നെ ഇരുകൂട്ടന് പരസ്പരം കക്ഷി തിരിഞ്ഞടിയാണ് മാവേലി. ബോഡി ഗാർഡുകളില്ലാതെ ഇപ്പോൾ ഒരു അച്ഛനും കുർബാന ചൊല്ലാൻ പോകാത്ത അവസ്ഥയായി. അച്ചോ, ഒരു കരണത്തടിച്ച മറുകരണം കാണിച്ചു കൊടുക്കണം എന്നല്ലേ ബൈബിളിൽ തമ്പുരാൻ പറഞ്ഞിരിക്കണേ? അതൊക്കെ ആര് കേൾക്കാൻ? ഇപ്പോൾ ഒരു കരണത്തടിച്ചാൽ മിനിമം ഒരു കാറെങ്കിലും കത്തിക്കണമെന്നാണ് നിയമം. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായെങ്കിലും അവിടെ സുഖമായിരിക്കട്ടെ. നീ എന്നെ ലാത്തി കടിച്ച പോലീസുകാരനല്ലേ? സാധാരണ നീ ദൂരെ പോകുവിൻ. അച്ഛനോട് ക്ഷമിക്കണം.
അച്ഛനടിച്ചത് ശരിയായില്ല, അച്ഛനടിച്ചത് ശരിയായില്ലെന്ന് പലരും എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ ആ തെറ്റ് തിരുത്താൻ വന്നതാണ്. നീ എപ്പോൾ പശ്ചാത്തപിച്ചുകൊണ്ട് വന്നതാണല്ലേ? ഞാൻ അടിച്ചപ്പോ അച്ഛൻ ഓടിയത് കൊണ്ടല്ലേ നാട്ടുകാരുടെ അടുത്ത് നിന്ന് എനിക്ക് ആ ചീത്തപ്പേര് കിട്ടിയത്. അച്ഛൻ അടിച്ചത് ശരിയായില്ലെന്ന്. അച്ഛൻ ഓടാതെ നിന്ന് തന്നാല് ഞാൻ ശരിക്കും അടിച്ച ആ ചീത്തപ്പേര് മാറ്റിത്തരാം, സത്യമായിട്ടും. കർത്താവേ, അച്ഛൻ അപ്രത്യക്ഷനായല്ലോ. അതെ, എനിക്ക് അടിച്ചു പഠിക്കാൻ അച്ഛൻ തന്നെ വേണമെന്നില്ല, നിങ്ങളായാലും മതി. നിക്കണവിടെ വിട്ടോടാ. തിരുമേനി, നമ്മൾ ബസ്സിൽ കയറാതെ തന്നെ കൊച്ചിയിലെത്തി. അതെങ്ങനെയാ നിനക്ക് മനസ്സിലായേ? ഇതുപോലൊരു വൃത്തികെട്ട പണം വേറെ എവിടെ ഉണ്ട് തിരുമേനി? മൂക്കുപൊത്തണ കാനകളും ഇടിഞ്ഞു പൊളിഞ്ഞ റോഡുകളും കുമിഞ്ഞു കൂട്ടണ തവറുകളും കടിച്ചു കീറണ കൊതുകുകളും പിരിവെടുക്കണ റൗണ്ടികളും മരിച്ചു കൊല്ലണ ഗുണ്ടകളും തെളിതടക്കണ പാണ്ടികളും പൊക്കറ്റടിക്കണ ലോബികളും. എന്ത് സ്റ്റൈലും കൊച്ചിയില്, രാത്രി വയലനും സിറ്റിയില്, കണ്ട സാരം കൊച്ചിയില്, രാത്രി വയലൻ സിറ്റിയില്. നില്ലടാ നില്ലടാ, അവരെ കൊല്ലടാ കൊല്ലടാ, നില്ലടാ നില്ലടാ, അവരെ കൊല്ലടാ കൊല്ലടാ. മൂക്കുപൊത്തണ കാനകളും ഇടിഞ്ഞു പൊളിഞ്ഞ റോഡുകളും കുമിഞ്ഞു കൂട്ടണ തവറുകളും കടിച്ചു കീറണ കൊതുകുകളും പിരിവെടുക്കണ റൗണ്ടികളും മരിച്ചു കൊല്ലണ ഗുണ്ടകളും തെളി നടക്കണ പാണ്ടികളും പൊകറ്റടിക്കണ ലോബികളും. എന്ത് സ്റ്റൈലും കൊച്ചിയില്, രാത്രി വയലൻ സിറ്റിയില്. പെണ്ണിന്റെ വേഷം കണ്ടാലാണിനെ പോല പണ്ട് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടത് ചൊല്ലിയതാരാ. ചെത്ത് പിള്ളേര് കണ്ടാൽ കാശുള്ളവന്മാരാ, പക്ഷേ എറുത് തിന്നോലെ തുറന്നു തിന്നുവാൻ ബിരുദമുള്ളവരാ. എന്തും കുടിനീരിനായി ആളുകളോടും മെട്രോ സിറ്റി. ഒന്നു രണ്ടു മഴയൊന്നു പെയ്താൽ പിന്നെ പറയാം ലാട്രിൻ സിറ്റി. ഒടി പറക്കണ കൊച്ചി, ഒടി പറക്കണ കൊച്ചി, ഒട്ടടുക്കണ ജെട്ടിയിൽ, ഒട്ടടുക്കണ ജെട്ടി, രാത്രി 10 ടൈം കഴിഞ്ഞ് പൊട്ടി ജെട്ടിയിൽ പെട്ടുപോയാൽ പെട്ടവനൊരു പെട്ടി വാങ്ങണോ. എന്ത് സ്റ്റൈലും കൊച്ചിയില്, രാത്രി വയലൻ സിറ്റിയില്. എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? മാവേലി തമ്പുരാന്റെ ഓട്ടം കണ്ടോ? കൊച്ചിക്കാരായ നമ്മൾക്ക് പോലും പിടിയില്ലാത്ത ഇടവഴി കൂടി അദ്ദേഹം വലിച്ചു പിടിച്ച് ഓടണത്. എന്താ തിരുമേനി? കേരളത്തിലെ എല്ലാ ചാനലുകാരനും വണ്ടികള് ആ വീടിന്റെ മുന്നിൽ കിടപ്പുണ്ടല്ലോ. അവിടെ എന്താ വല്ല മന്ത്രിമാരുടെ ഇന്റർവ്യൂ നടക്കണ്ട? നമുക്ക് ഏതായാലും ആ ഓടി വരുന്ന അപ്പാപ്പനോട് ചോദിക്കാം. അപ്പാപ്പ ഒന്ന് നിന്നേ. അപ്പൻ നിന്റെ അപ്പൻ എന്നാ ചെറുപ്പക്കാരാ, എന്താ ചേട്ടാ? എനിക്കിഷ്ടായി. അല്ല, ആ വീട്ടിൽ എന്താ വല്ല പത്രസമ്മേളനം ഉണ്ടോ? അത് പത്രസമ്മേളനമൊന്നുമല്ല, അവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ്. TV ചാനലിൽ ചവർ ചോയ്സ് എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു ശ്രമിച്ച പെണ്ണിന്റെ. മനസ്സിലായി. പകുതി മലയാളം പകുതി ഇംഗ്ലീഷും മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ആ പെണ്ണല്ലേ? അതെ, ചൂടൻ ചേമ്പ് വായിലിട്ട മാതിരി മലയാളം പറയുന്ന ആ പെണ്ണ്. ആ പെണ്ണിന്റെ അച്ഛൻ ആരാന്നറിയാമോ? ആരാ? കണ്ണുകടിയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ദാടിക്കാരൻ. ഓ, മനസ്സിലായി. DN താടികുമാർ തന്നെ. ഈ കല്യാണത്തിന്റെ ബ്രോക്കർ ആരാ? ദേശീയാനത്തിൽ തമ്മിത്തല്ല് നടത്തുന്ന ശ്രീ ലണ്ടൻ നായർ. ആ തവളച്ചാട്ടം പോലെ ചാടി നടക്കുന്ന ആളല്ലേ? തന്നെ. ചെറുക്കന്റെ അച്ഛനും ഫേമസ് അല്ലേ? അതാരാ? ലോകം മുഴുവൻ കാര്യങ്ങൾ അന്വേഷിച്ച് സാക്ഷി പറഞ്ഞു നടക്കുന്ന ആളാ. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആളല്ലേ? അതന്നെ. അതൊക്കെ പോട്ടെ, ഈ ചെറുക്കനാരാ? മിണ്ടാവിഷനിൽ വാർത്ത വായിക്കുന്ന പയ്യനാ ചെറുക്കൻ. അത് കൊള്ളാലോ ഡൂപ്പേ. എന്നാ നമുക്ക് ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഒന്ന് കണ്ടിട്ട് യാത്ര തുടരാം. മാന്യ പ്രേക്ഷകർക്ക് ഈ പെണ്ണുങ്ങാടൽ ചടങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചടങ്ങിൽ ഒരു മൂന്നാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പെണ്ണ് കാണാൻ വന്ന ചെറുക്കനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം,
എന്താണ് താങ്കളുടെ റിമാൻഡ് അല്ല ഡിമാൻഡ്? പറയൂ പറയൂ. പെണ്ണ് കാണൽ നടക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. 24 മണിക്കൂറും വാർത്ത വായിക്കുവാൻ സ്റ്റുഡിയോയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് കല്യാണം കഴിഞ്ഞാലും എനിക്ക് വീട്ടിലേക്ക് വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കെട്ടുന്ന പെണ്ണ് എന്റെ കൂടെ സ്റ്റുഡിയോയിൽ തന്നെ ഇരിക്കണം. ഞാൻ വിളിച്ചാൽ ലൈനിൽ ഉണ്ടായിരിക്കണം. കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം ചോദിക്കുന്നതിൽ വിരോധം തോന്നരുത്. ഈ കല്യാണം കഴിഞ്ഞ് 24 മണിക്കൂറും നിങ്ങളിങ്ങനെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അതല്ല, ഞാൻ പരസ്യത്തിന്റെ ഗ്യാപ്പിലൂടെ നടത്തും. അതൊക്കെ പോട്ടെ, ഈ ഭാവി വധുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതെനിക്ക് പറയാനുള്ളതിൽ കൂടുതൽ എന്റെ അമ്മയ്ക്കാണ് പറയാനുള്ളത്. അമ്മ ഇപ്പോൾ ലൈനിലുണ്ട്. നമുക്ക് അമ്മയുമായി ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാം. അമ്മയെ കേൾക്കുന്നുണ്ടോ? എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ക്ഷമിക്കണം, ലൈൻ ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ഞാൻ അമ്മയുമായി പിന്നീട് കോണ്ടാക്ട് ചെയ്തുകൊള്ളാം. മിസ്റ്റർ മൂന്നാൻ, ഇതൊക്കെയാണ് ഇപ്പോൾ എന്റെ ഡിമാൻഡ്. ഈ അമ്മയെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് എന്താണ് ചെറുക്കന്റെ അച്ഛന് പറയാനുള്ളത്? എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എന്തു തോന്നിമാസവും വിളിച്ചു പറയുന്നവൻ സാക്ഷി. പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണെന്ന് വെച്ചാൽ വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. മൂന്നാൻ എന്താ കൊമ്പുണ്ടോ? മൂന്നാന് കൊമ്പില്ല, പുറകിലൊരു വാല നല്ലത്. ചാടി കളിക്കുന്ന കണ്ടില്ലേ കുഞ്ഞിരാമൻ? കല്യാണ ബ്രോക്കറായി നിൽക്കുന്ന എന്നെ ഇവിടെ വെച്ച് കളിയാക്കിയാൽ ഈ കല്യാണ ചടങ്ങിന് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടിന് പോകും. ഞാൻ ഏതായാലും പെണ്ണിന്റെ അച്ഛനെ വിളിക്കാം. മിസ്റ്റർ ടി എൻ താരികുമാർ, കമോൺ. എന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ചെറുക്കൻ്റെ അച്ഛനും മൂന്നാനും ഈ കണ്ണാടിക്കാരന്റെ വീട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്റെ മകളുടെ 101ാമത് പെണ്ണ് കാണൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവസരത്തിൽ അതീവ സുന്ദരിയും കോങ്കണ്ണിയും പുഴുപ്പല്ലിയും ഒരു കാലിന് സ്വല്പം മന്തുള്ളതുമായ എന്റെ മകളെ പെണ്ണ് കാണാൻ വന്ന് പേടിച്ച് നിലവിളിച്ചോടിപ്പോയ എല്ലാ ചെറുപ്പക്കാർക്കും വണ്ടിക്കൂലി ചോദിച്ചിട്ട് കൊടുക്കാത്തതിനെ എന്റെ തന്തയ്ക്ക് വിളിച്ച മൂന്നാന്മാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വെറും 30 മിനിറ്റാണ്. ആ 30 മിനിറ്റും പെണ്ണിന്റെ അച്ഛൻ തന്നെ സംസാരിച്ചാൽ ഈ പെണ്ണ് കാണൽ ചടങ്ങ് തികച്ചും ഒരു പരാജയമായിരിക്കും. അതുകൊണ്ട് പെണ്ണിനെ വിളിക്കൂ. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഈ വീട്ടിലേക്ക് എന്നെ പെണ്ണ് കാണാൻ വന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് ഫസ്റ്റ് കോൾ ആരുടെ എന്ന് നോക്കാം. ഹലോ, ആരാണ്? ഞാൻ മൂന്നാനാണ്. ഓ, മൂന്നാൻ, യു മീൻ ബ്രോക്കർ? താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ കുട്ടിയെ കാണാൻ ഒരു ചെറുക്കനെയും കൊണ്ട് വന്നതാണ്. ഓക്കേ, ദാറ്റ്സ് കൂൾ. മൂന്നാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യയും 2 കുട്ടികളുമുള്ള എന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കാര്യമില്ല. കുട്ടി ചെറുക്കന്റെ ഡീറ്റെയിൽസ് ചോദിക്കൂ. You naughty. മൂന്നാൻ, താങ്കൾ ഭയങ്കര തമാശക്കാരനാണല്ലോ. താങ്കൾ എന്നെ ചിരിപ്പിച്ച് കൊല്ലും. ഓക്കെ മൂന്നാൻ, താങ്കൾക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? എനിക്ക് പാട്ട് കേട്ടിട്ട് കാര്യമില്ല, കമ്മീഷൻ കിട്ടണം. ദുട്ട്. ഇതൊക്കെ കാണുമ്പോൾ സാക്ഷിക്ക് തോന്നുന്നു ഈ പെണ്ണിന് എന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ നിലവാരം അറിയണം. ഐ മീൻ, എവിടെയാണ് പഠിച്ചത്? ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് സെന്റ് കാർത്തിയായനീസ് കോളേജിലാണ്. സെയിന്റ് കാർത്തിയായനി കോളേജിലാണെങ്കിൽ അവിടെ പഠിച്ച എന്റെ കൂട്ടുകാരൻ വിമൽ കുമാറിനോട് ചോദിച്ചാൽ പെണ്ണിന്റെ ഡീറ്റെയിൽസ് അറിയുവാൻ കഴിയും. വിമൽ കുമാർ ഇപ്പോൾ ലൈനിലുണ്ട്. മിസ്റ്റർ വിമൽ കുമാർ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ലൈനിലുണ്ടോ? ഞാനിപ്പോ ലൈനിലുണ്ട്. മിസ്റ്റർ വിമൽ കുമാർ, സെയിന്റ് കാർത്തിയായനിയിൽ പഠിച്ച മിസ് പൂതനയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ആ കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സഹകരണ മനോഭാവമുള്ള ഒരു കുട്ടിയാണത്. ആര് വിളിച്ചാലും ഏത് നിമിഷവും ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ആൺകുട്ടികളുടെ ഇടയിൽ ഒരു സോഷ്യലിസം നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ നിനക്ക് വാർത്ത വായിക്കുന്നതിന്റെ തിരക്കുള്ളതിന്റെ പേരിൽ നീ ഇല്ലാത്തതിന്റെ കുറവ് അവൾ സ്വയം പരിഹരിച്ചോളും. പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടി ബീവറേജിന്റെ ക്യൂവിൽ നിന്നും വിമൽ കുമാർ. ഓക്കെ, നന്ദി മിസ്റ്റർ വിമൽ കുമാർ. കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വീണ്ടും ബന്ധപ്പെടുന്നതായിരിക്കും. ഞാനും ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങളിങ്ങനെ ബന്ധപ്പെട്ട് കളിക്കാതെ ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയും ഇഷ്ടപ്പെട്ടോ എന്നറിയണം. ഓക്കെ, എനിക്ക് ചെറുക്കനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ കല്യാണം ഞാൻ എന്റെ എല്ലാ ലവേഴ്സിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഭാവി മരുമകൾ? ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ ഇവളെ കുറിച്ച് വാർത്ത വായിക്കാനേ ഇവന് നേരമുണ്ടാവുകയുള്ളൂ. ഇതാണ് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി. എല്ലാം സഹിക്കുന്നവൻ സാക്ഷി. ചെക്കന്റെ തന്ത പെണ്ണിനെ സഹിച്ചോളാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ചെക്കന്റെ അഭിപ്രായം എന്താണ്? പറയൂ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഈ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായി. കാരണം നാട്ടിലെ ചെറുപ്പക്കാരുമായി ആവശ്യത്തിലധികം ലൈൻ ഉള്ളതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും ലൈനിൽ കിട്ടുന്ന ഈ പെണ്ണുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു. എന്റെ മകനും പെണ്ണിന്റെ ആങ്ങളയുമായ ക്രൈം പൈലി വരുന്നുണ്ട്. മിസ്റ്റർ ക്രൈം പൈലി, ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? അങ്കമാലിയിൽ നിന്നും 16 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ എറണാകുളം എന്നു പേരുള്ള
ഒരു ഉൾനാടൻ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഒറ്റയടിപ്പാതയിലൂടെ നടന്നു നീങ്ങിയാൽ വെള്ളയടിച്ച ഒരു ഓലഷെഡ് കാണാം. അതിൽ 10-16 പേർ പകലന്തിയോളം മാടുകളെപ്പോലെ ചീട്ടുകളിക്കുന്നു. അതിനിടയിൽ കാശെല്ലാം നഷ്ടപ്പെട്ട് ജീവച്ഛവം പോലെ നിൽക്കുന്ന ഞാനും. പെട്ടെന്നുള്ള പോലീസിന്റെ വരവിൽ അവിടെ ഇരുന്ന 10-16 പേരും അവർക്കറിയാവുന്ന വഴിയിലൂടെ ചിതറി ഓടി. നിരപരാധിയായ ഞാൻ മാത്രം പോലീസിന്റെ പിടിയിൽ. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു. വിജനമായ പ്രദേശമായതുകൊണ്ടും എന്റെ സംസാര ശൈലിയിൽ പേടി തോന്നിയതുകൊണ്ടും പോലീസ് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഞാനും രക്ഷപ്പെട്ടു. ക്രൈം പോയിന്റ്. എല്ലാവരും രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഈ കല്യാണം പെട്ടെന്ന് നടത്തിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ. ഗുഡ് ബൈ. എങ്കിൽ പിന്നെ നമുക്ക് ഊണ് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ. ഉണ്ണാനായി നമുക്കെൻ്റെ സുഹൃത്ത് ബാപ്പുട്ടിയുടെ വീട്ടിലേക്ക് പോകാം. ഇന്നവൻ്റെ കല്യാണമാണ്. ഇന്നത്തെ സദ്യ എൻ്റെ വക അവൻ്റെ വീട്ടിൽ. നമ്മുടെ ബീരാനിക്കയുടെയും മാമിനിത്താത്തയുടെയും മോൻ ബാപ്പുട്ടിയുടെ കല്യാണത്തിന് നമ്മളും പോണ്ടേ? അതിന് നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ. വിളിക്കാതിരിക്കണത് അവന്റെ മര്യാദ, വിളിക്കാതെ പോണത് നമ്മുടെ മര്യാദ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി ബാപ്പുട്ടിയുടെ കല്യാണത്തിന് പോവാം. മാവേലി തമ്പുരാനെ, അങ്ങേതായാലും വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോവുമല്ലേ? അതുകൊണ്ട് അവനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ബാപ്പുട്ടി ഒരു പെണ്ണ് കെട്ടി, മുമ്പേക്കാരി ഒരു ഹിന്ദിക്കാരി. പെണ്ണാണേ പരിതാരിയ, മുമ്പേലെ ബാറിലെ ഡിസ്കോ നടി. ഓ കൊച്ചു പെട്ടി ചെത്ത് പെട്ടി നാച്ചുറൽ ബ്യൂട്ടി. വാക്കുറന്ന് പോർത്തിയാലോ കച്ചറ പെട്ടി. കൊച്ചു പെട്ടി ചെത്ത് പെട്ടി നാച്ചുറൽ ബ്യൂട്ടി. വാക്കുറന്ന് പോർത്തിയാലോ കച്ചറ പെട്ടി. ബാപ്പുട്ടി ഒരു പെണ്ണ് കെട്ടി, മുമ്പേക്കാരി ഒരു ഹിന്ദിക്കാരി. എന്തായാലും ബോംബെന്ന് ഇത്രയും നല്ല ബേട്ടിയെ കിട്ടിയ ബാപ്പുട്ടി ഭാഗ്യവാനാ. എവിടെയാ ഭാഗ്യവാൻ? തിരുമേനി, നമ്മുടെ ബാപ്പുട്ടി നാണ്ടാ പന്തലേക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്താ പ്രശ്നം? വെച്ചത് തികഞ്ഞില്ലെന്നോ വിളിച്ചവർക്ക് കിട്ടിയില്ലെന്നോ ഭയങ്കര ബഹളം. മാവേലി, കല്യാണത്തിന് വിളിച്ചു വരുത്തിന് ചിക്കൻ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പീസ് നിന്നോടാ പറഞ്ഞത്. എടുത്തോ, സംഭവം തീർന്ന്. ചിക്കന്റെ കാലില്ലേ, ചിക്കന്റെ മൂടയുണ്ട്. നിങ്ങൾ കുറെ നേരമായാലും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ. നിങ്ങൾ ചെക്കന്റെ ആൾക്കാരാ? ഞങ്ങള് ചെക്കന്റെ ആൾക്കാരല്ല, ഞങ്ങള് ചിക്കന്റെ ആൾക്കാരാ. മോനെ ബാപ്പുട്ടി, നീ കല്യാണത്തിന് ക്ഷണിച്ചവർക്ക് കയ്യും കണക്കില്ലായിരുന്നോ? കയ്യും കണക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയ വായും വയറുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ നമ്മളാവേലി അല്ല, ഇവനൊക്കെ ആരാ? നിന്റെ ബന്ധുക്കളാ? എന്റെ കല്യാണത്തിന് തിന്നിട്ട് പോയവരരക്കയോ, കള്ളബന്ധവും പറഞ്ഞ് തിന്ന് മുട്ടിച്ചവരരക്കയോ, ഒരു ചിക്കൻ കാലിന് തല്ല് പിടിച്ചവരരക്കയോ, അത് കിട്ടാതെ വന്നപ്പോ ബന്ധം പിരിഞ്ഞവരരക്കയോ. ഇത് ചെറുക്കൻ്റെ അനിയന്റെ അളിയൻ, അത് അളിയന്റെ അളിയന്റെ അളിയൻ എന്ന അടുത്ത ബന്ധവും പറഞ്ഞു തിന്നവരരക്കയോ, അരക്കയോ അരക്കയോ അരക്കയോ. എന്റെ കല്യാണത്തിന് തിന്ന് മുട്ടിച്ചവരരക്കയോ, പിന്നെ പത്രവും പഠിച്ച് നക്കിട്ട് പോയവരരക്കയോ. നീ ഒന്ന് വാ പൂട്ട്. ഞങ്ങള് നിന്റെ കല്യാണത്തിന് വന്നവരല്ല, ഓണം പ്രമാണിച്ച് നാട് കാണാൻ വന്നവരാ. ബാപ്പുട്ടിയെ, നീ ബാലേക്കാരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ അവിടെ മൂന്നാം കടന്ന് ബഹളം ഉണ്ടാക്കണം. അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എന്താ മൂന്നാനെ? ബിരിയാണി കിട്ടിയില്ലേ? ബിരിയാണിയും കിട്ടി, രണ്ടാമത് ചോദിച്ചപ്പം വിളമ്പുകാരുടെ വായിന്ന് തെറിയും കിട്ടി. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈടാ നിനക്ക് ഞാൻ മുഞ്ചത്തെ പെണ്ണിനെ കെട്ടിച്ച് തന്നത് കമ്മീഷൻ കിട്ടാനാ. നിന്നെ കുറിച്ച് ഞാൻ പൊക്കി പറഞ്ഞത് ചക്കരം കിട്ടാനാ. മുംബൈയിലുള്ള ആണുങ്ങൾ മൊത്തം മോഹിച്ച പെണ്ണാടാ. ഷാറുഖ് ഖാൻ നൽകിയ ലവ് ലെറ്റർ പോലും കീറിയ പെണ്ണാടാ. ഈ സുന്ദരി പെണ്ണിനെ നിന്നെ പോലുള്ള ജന്മത്തിൽ കിട്ടോടാ. ഉണ്ടല്ലേ മൂന്നാനെ തന്നേക്ക മൂന്നാനെ, ഉണ്ടല്ലേ മൂന്നാനെ തന്നേക്ക മൂന്നാനെ. തരാന്ന് പറയില്ലാണ്ട് നീ തന്നില്ലല്ലോ. ആ കല്യാണപ്പിരിവ് കിട്ടിയിട്ട് തരാമെന്ന്. നീ മിണ്ടാണ്ടിരുന്ന കല്യാണപ്പിരിവ് ആരും തരില്ല. നീ വാപ്പൂട്ടി ഇരിക്കാതെ വാതിർന്ന് ചോദിക്കടാ വാപ്പൂട്ടി. അങ്ങനെ അങ്ങോട്ട് ചോദിക്കേ. കവറിലിട്ടിട്ട് കാശ് കവറിലിട്ടിട്ട് കാശ് 1000ന്റെ നോട്ടും ഇട്ട് മടക്കി ചുരുട്ടിത്താ. ഞാനാ കഷ്ടപ്പെട്ട വെണ്ണ കെട്ടണ പുതുമണവാളൻ. കവറിലിട്ടിട്ട് കാശ് 1000ന്റെ നോട്ടും ഇട്ട് മടക്കി ചുരുട്ടിത്താ. ഞാനാ കഷ്ടപ്പെട്ട വെണ്ണ കെട്ടണ പുതുമണവാളൻ.
വാപുളിയ കവർത്ത അളിയ. എന്തളിയനാടാ അത്, ഒരു വെളിവില്ലാത്ത അളിയൻ. ബാബുട്ടി, നിന്നെ കാണാൻ സൈനബ എന്ന് പറഞ്ഞൊരു പെണ്ണ് കയ്യിലൊരു കുഞ്ഞുമായിട്ട് വന്നിക്കണ്, വിളിക്കട്ടെ? സൈനബിയാ? പടച്ചോനെ ചതിച്ചോ? അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. എവിടെ അവള്? സൈൻബ, സൈൻബ, സൈൻ. ഇക്ക, ഞാൻ ദേ ഈ വാഴച്ചോട്ടിലുണ്ട്, ഇങ്ങോട്ട് വായിക്കാ. കൊലച്ചതി. അല്ല, വാഴക്കൊല ചതിക്കും, ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയായിരുന്നു. നീങ്ങുവാ. ബാ സൈനബ, വലിവുള്ള സൈനബ, നിന്റെ മോനെ കൊണ്ട് ഇപ്പൊ വന്നതെന്തിനാണ് നീ? വാ സൈനബ, വലിവുള്ള സൈനബ, നിന്റെ മോനെ കൊണ്ട് ഇപ്പൊ വന്നതെന്തിനാണ് നീ? ഇത് മോനല്ലടോ, തന്റെ മോളാണെടോ, താൻ പണ്ടൂട്ടിൽ വെച്ചെനിക്കു തന്ന ഗിഫ്റ്റ് ഇതാണെടോ. നീ ഗോ സൈനബ, സൈനബ, സൈനബോ. ഞാനൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അത് തിരികെ വാങ്ങാറില്ല. ഐ ആം സ്റ്റോറി. ആഹാ, അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വന്നവളല്ലാട്ടോ ഞാൻ. തന്നെ ഞാൻ കെട്ടിക്കൂല, നോക്കിക്കോ. താൻ എന്നെ വിട്ടേച്ച് വേറെ പെണ്ണിനെ കെട്ടുവല്ലേ? തന്നെ ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് ഇറങ്ങി വാടോ. എന്താ ഇവിടെ പ്രശ്നം? എന്റെ പൊന്നു മൂന്നാന്, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ മൂന്നാന് കിട്ടാനുള്ള കമ്മീഷന്റെ കാര്യം ഗോവിന്ദ. മോളെ സൈനബ, എന്താടോ? നിനക്കിപ്പൊ ഈ കൊച്ചിന് ഒരു ബാപ്പാനെ വേണം, അത്രയല്ലേ ഉള്ളൂ? കൊച്ചിന് ബാപ്പാനെ കിട്ടിയില്ലെങ്കിൽ ഇവക്കൊരു പാപ്പാനെ ആയാലും മതി. ഓക്കേ, നമ്മുടെ കയ്യിൽ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ഫ്രഷ് ഭർത്താക്കന്മാരുണ്ട്. വേണമെങ്കിൽ അവരുടെ ലിസ്റ്റ് പിടിച്ചോ. 59 പെണ്ണ് കെട്ടിയ ബീരാൻ, പിന്നെ പെണ്ണ് കേസില് തല്ലി കിട്ടിയ അലിയാർ, ഇറച്ചി വെട്ടണ ജബ്ബാർ, കള്ളനോട്ട് കേസിലെ റഹ്മാൻ. ഇറച്ചി വെട്ടണ ജബ്ബാർ, കള്ളനോട്ട് കേസിലെ റഹ്മാൻ. ഇവരൊന്നും പോരെങ്കിൽ ഞാൻ റെഡിയടി പെണ്ണേ. പിന്നെ താൻ മതിയടോ. ചതിച്ചോ? വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ, പെടലിക്കായി. മൂന്നാനെ, ഇതാ പറഞ്ഞത് വേലി കിടക്കണ പാമ്പിനെ എടുത്ത് കോമഡി കാണിക്കുന്നല്ലേ? അങ്ങനെയും പറയാം. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ. ഇനി എന്റെ കമ്മീഷന്റെ കാര്യത്തിൽ കോമഡി വേണ്ട. അപ്പൊ ഇവളുടെ കാര്യം നമ്മൾ ഏറ്റു. നിനക്ക് ഹാപ്പി ആയല്ലോ? എന്നാ പിന്നെ വാപ്പൂട്ടി, നീ നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നോക്കിയോ. അതിനെന്താ ഒരുക്കങ്ങള്? ഞാൻ എവർ റെഡിയല്ലേ? നല്ല ചാർജാ. എടാ, ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാര്, അതായത് തലേമേ തലതെറിച്ച സീൻ കോണറിമാരുള്ളപ്പോ അതിനൊക്കെ പ്രത്യേകം ഒരുങ്ങണം. സീൻ കോണറിമാരോ? അതാരാ? ഓ, ഈ മണ്ട ശിരോമണി കാരണം തോറ്റു. പച്ചപ്പാതിരായിക്ക് കല്യാണം നടന്ന വീടിന്റെ കോണറിലിരുന്ന് സീൻ കാണുന്നവന്മാരാണ് സീൻ കോണറിമാര്. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇടവാതില് ജനലെല്ലാം കുറ്റിയിട്, ഹോളുള്ള ജനലിന് കർട്ടനിട്, ഡോറിന്റെ വിടവില് പുട്ടിയിട്, പൊട്ടിയ ഓടെല്ലാം മാറ്റിയിട്. ദണ്ട വരുന്നുണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് സീൻ കാണാൻ പതുങ്ങിക്കൊണ്ടൊരു അവനേതാണാ നാറി? അത് പൂവാലൻ ഗോപി. അവനേതാണാ നാറി? അത് പൂവാലൻ ഗോപി. അവനെ പിടിയടാ, അവനെ അടിക്കടാ. മതി. ഗോപിയുടെ കാര്യം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നീ ധൈര്യമായിട്ട് ഫസ്റ്റ് നൈറ്റ് തുടങ്ങിക്കോ ബാപ്പൂട്ടി, ബാക്കി ഞാൻ നോക്കിക്കോളാം. മൂന്നാനാള് കൊള്ളാമല്ലോ. എന്താ? ഗോപിനെ ഓടിച്ചിട്ടിട്ട് ബാക്കി മൂന്നാൻ നോക്കിക്കോളാവുന്നോ? അപ്പൊ മൂന്നാനും സീൻ കോണറിയാണല്ലേ? എടാ മണ്ട ശിരോമണി, അതല്ല പറഞ്ഞത്. പിന്നെ ഞാൻ പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്ന്. നീ ധൈര്യമായിട്ട് കലവറയിലോട്ട് പോക്കോ, ഞാൻ മണിയറയിലുണ്ടാകും. അല്ല, നീ ധൈര്യമായിട്ട് മണിയറയിലോട്ട് പോക്കോ, ഞാൻ കലവറയിലൊക്കെ ഉണ്ടാകും. അല്ല മൂന്നാനെ, പോലെ ഇല്ല. ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തത്. അവൾക്ക് മലയാളവും എനിക്ക് ഹിന്ദിയും അറിയാത്ത സ്ഥിതിക്ക് ഈ ലഗേജ് പ്രോബ്ലം വല്ല ആവോ? എടാ, ലഗേജ് അല്ല, പിന്നെ ലഗാൻ, അതായത് ഭാഷ. വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഹിന്ദി മലയാളം ഭാഷ സഹായിയായി ഞാൻ ഈ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നോളാം. മൂന്നാനാള് കൊള്ളാമല്ലോ. എന്താ? പത്താഴത്തിന് നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിന്നും വരൂന്ന് പറയുന്നത് ശരിയാണല്ലേ? എടാ ബാപ്പൂട്ടി, ഈ കല്യാണം കഴിഞ്ഞ് ഭാഷ അറിയാത്ത ഒത്തിരി പേർക്ക് ഞാൻ ആദ്യ രാത്രി നടത്തി കൊടുത്തിട്ടുണ്ട്, അറിയാമോ? അല്ല മൂന്നാനെ, ഈ അകത്തേക്ക് വരാൻ ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ആവോ. അത് ശരി. അപ്പൊ ഹിന്ദി അറിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആവോന്നോ? എടാ, ഹിന്ദിയിൽ ആവോ എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം. എന്നാ മൂന്നാനൊരു കാര്യം ചെയ്യ്, കട്ടലിന്റെ അടിയിലേക്ക് കയറിക്കോ, ഞാൻ പോയി പെണ്ണെ വിളിച്ചോണ്ട് വരാം. മൂന്നാനെ, പെണ്ണിന്റെ പേര് ഞാൻ മറന്നുപോയി. ബിയാത്തുമ്മ കപൂർ. ബിയാത്തുമ്മ കപൂറോ? എടാ, കപൂർ എന്ന് പറഞ്ഞാൽ അവളുടെ ബാപ്പാടെ പേരാ. അത് കബീർ എന്നല്ലേ? എടാ, കേരളത്തിൽ കബീർ, ബോംബെ ചെന്നപ്പോ കപൂറായി.
നീ പെണ്ണിനെ വിളിക്കേ. ബിയാത്തുമ്മ കപൂർ ആവോ എന്നല്ലേ? അതെ. ബിയാത്തുമ്മ കപൂർ ആവോ. ഒരുമാതിരി ഹാജരി വിളിക്കുന്ന പോലെ ആയി പോയല്ലോടാ. അവള് വന്നു. ബാപ്പുട്ടി ജി मैं आए ना. മോനെ അവൾ ആയിട്ട് വരട്ടെന്ന്. ഡിസ്കോ നടിയല്ലേ, ചിലപ്പോ ആയൊക്കെ ഉണ്ടാകും. വേണ്ട ആയെ പുറത്ത് നിർത്തിയിട്ട് മോള് ചായമായിട്ട് അകത്തേക്ക് വാവോ. മനവാലൻ ജി अब कैसे हो? മോനെ വന്നപ്പോ തന്നെ പൈസയാണല്ലോ ചോദിക്കുന്നത്. എടാ മണ്ട, ആപ്പ് കൈസ എന്ന് പറഞ്ഞാൽ പൈസ എന്നല്ല, വയസ്സ് എത്ര എന്നാണ്. നീ വയസ്സ് പറ. 32. 32. എടാ പൊട്ട, അത് നിന്റെ വായിലെ പല്ലിന്റെ കണക്കല്ലേ, നിന്റെ വയസ്സ് പറയാൻ. 32 കഴിഞ്ഞിട്ട് 12 കൊല്ലമായി. അച്ഛാ അച്ഛാന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. എന്നെ ഇക്കാന്ന് വിളിച്ചാ മതി. അതിന്റെ കൂടെ ഈ കൂടി ചേർക്ക്, ഇക്കാന്ന് വിളിക്ക്. പിന്നെ മൂന്നാനെ ഒരു ഉമ്മ തരൂ. വൃത്തികേട്ടോ. മൂന്നാനോടല്ല പിന്നെ എന്നെങ്ങനെയാ പെണ്ണിനോട് ഹിന്ദി ചോദിക്കുന്നത്? ഹം കിസി സേ ഹം നഹി. क्या बोलते तुम? സുന ആരെങ്കിലും കണ്ടാല. എടാ ക്യാ ബോൾത്തെ തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള കിസ്സാണെന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ആണോ മലയാളം കിസ്സാണോ എന്ന്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ മൂന്നാനെ. കൺഫ്യൂഷനൊക്കെ വിട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കാൻ ഫസ്റ്റ് നൈറ്റിൽ കളിക്കുന്ന ഒരു കളി ഇറങ്ങിയിട്ടുണ്ട്. എന്ത് കളിയാ മൂന്നാനെ? അന്താക്ഷരി. അതേ, ഈ ടിവിയിലൊക്കെ കാണുന്ന അന്താക്ഷരി പോലത്തെ ഒരു കളി. നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹിന്ദി പാട്ടിലൂടെ അത് അങ്ങോട്ട് പറയുക. അപ്പോൾ അവൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹിന്ദി പാട്ടിലൂടെ അവൾ ഇങ്ങോട്ട് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പോലത്തെ ബിയാത്തുമ്മ കപൂർ. ഹിന്ദി പറഞ്ഞാലും നീ എന്റേതല്ലേ പെണ്ണേ. ഹിന്ദി പറഞ്ഞാലും നീ എന്റേതല്ലേ പെണ്ണേ. എന്തു പറഞ്ഞാലും ഞാൻ വാങ്ങിത്തരാം പൊന്നെ. അച്ഛാ ഹിന്ദി പറഞ്ഞാലും നീ എന്റേതല്ലേ പൊന്നെ. എന്തു പറഞ്ഞാലും ഞാൻ വാങ്ങിത്തരാം പൊന്നെ. ബിയാത്തുമ്മ കപൂർ, ഇനി നിനക്ക് എന്നോട് എന്താണ് പാടാനുള്ളത്? സോങ്ങു. तेरे मेरे बीच में, तेरे मेरे बीच में कैसा है ये बंधन अनजाना. എന്തോ ആദ്യം പറഞ്ഞത് ഓക്കെ. തെരെ മേരെ ബീച്ച് മേ, ബീച്ചിൽ കൊണ്ടുപോയി തെരയൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ അവള് പറഞ്ഞത് കേട്ടോ, ഇല്ല അഞ്ചാനാന്ന്. അത് നടക്കൂല. അതെ അതെ. 5 ആന എവിടുന്ന് കിട്ടും? വല്ല കുഴിയാനയാണെങ്കിൽ നോക്കാമായിരുന്നു. നാളെ ബന്ധാണ്, കടയൊന്നും തുറക്കില്ല, ആനയെ കിട്ടില്ല എന്ന് അവളോട് പറയടാ. അതെങ്ങനെ ഹിന്ദി പറയും? ഇങ്ങനെ അങ്ങോട്ട് പറയടാ. ഹം തും ഏക് കമരേ മേ ബന്ദ് ഹോ, അതുകൊണ്ട് ആന നഹി ഹോഗാ. അങ്ങനെ അങ്ങോട്ട് ഹിന്ദി പാടടാ. മൂന്നാനെ അത് ഞാൻ പറയാതെ തന്നെ അവൾക്ക് മനസ്സിലായിന്നാ തോന്നുന്നത്. അതെന്താ? അവളെന്തോ പറയാം, അല്ല പാടാൻ വേണ്ടിട്ട് അണ്ണാക്ക് ഉറക്കണം. आप जैसे कोई मेरी जिंदगी में आए तो बात बन जाए, बात बन जाए. പള്ളി പോയി പറഞ്ഞാ മതി. മൂന്നാനെ പറഞ്ഞ കേട്ടാ? എന്തുവാടാ? ആപ്പ് ജയ്സ കോയി മേരി, അപ്പുറത്തെ വീട്ടിലെ ജയ്സന്റെ മേരിയുടെ കോഴി. പിന്നെ വാപ്പൻ ചായ, അപ്പവും ചായയും. ഇതൊക്കെ ഈ നട്ടപ്പാരൊക്കെ എവിടെ നിന്ന് കൊടുക്കാനാ? ഇടമെടുക്കാൻ നീ ആള് വിചാരിച്ച പോലല്ല, ഹിന്ദി പഠിച്ചു തുടങ്ങിയല്ലോ. എനിക്ക് എന്റെ യാതൊരു അഹങ്കാരമില്ല. ഈ പെണ്ണിന്റെ ഒടുക്കത്ത കൊതിയാണല്ലോ മൂന്നാനെ. എടാ, അത് അവളുടെ വയറ് കാണുമ്പോ അറിയാൻ പാടില്ലേ? പറഞ്ഞോണം, പെണ്ണിന് വയറ് ഇത്തിരി കൂടുതലാണല്ലോ മൂന്നാനെ. എടാ, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനാ. എന്നാലും നീ ഹിന്ദിയിൽ ചോദിക്കേ. നിന്റെ വയറ്റിൽ तुम पास आए, തോമസുമായി यूं मुस्कुराए, 3 മാസമായി. എടി ഭയങ്കരി, तुमने न जाने क्या कुछ कुछ होता है. കൊച്ചു കൊച്ചു ഹോത്താഹേന്നല്ലേ മൂന്നാനെ? കേട്ടാ കേട്ടാ കേട്ടാ? എന്തുവാടാ? കൊച്ചു കൊച്ചു ഹോത്താഹേന്ന്. അവള് തോമസുമായി 3 മാസം ചുറ്റി കറങ്ങി, ഇപ്പൊ അവളുടെ വയറ്റില് കൊച്ചു കൊച്ചു ഹോത്താഹേന്ന്. പറയടി, വേറെ ആരൊക്കെ കൂടെ കറങ്ങിട്ടുണ്ടടി പറയാൻ? 1 2 3 4 5 7 കണ്ട അവളെ എണ്ണണ കണ്ട, അവക്ക് തന്നെ നിശ്ചയമില്ല. 10 11 12 13. പാവം, തേരാ പാരാ നടന്നപ്പോ അബദ്ധത്തിൽ കിട്ടിയതാണെന്ന് നീ അങ്ങ് ക്ഷമി ബാപ്പൂട്ടി. ഞാൻ കട്ടിലിന്റെ അടിയിൽ നിന്ന് പോലത്തിത് മതി. അതേ വരുന്നു. ആഹാ, എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെ കാര്യം. ഈ കല്യാണം വീട്ടിൽ കൂടിയിരിക്കുന്ന എല്ലാവരും ആവോ ആവോ
കോപ്പിലെ ഹിന്ദിയാന്നും വേണ്ട, എല്ലാവരും വായോ വായോ. എന്റെ പൊന്നു ബാപ്പുട്ടി, നീ ഒന്ന് ക്ഷമിക്കും. ഇതെങ്ങാനും നാട്ടുകാരറിഞ്ഞ നാണക്കേട് എനിക്കെല്ലാം നിനക്കാ. എനിക്ക് നാണക്കേടുണ്ടായാലും പ്രശ്നമല്ല, ഇത് 10 പേര് അറിയിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ല ബാപ്പുട്ടിയെ, എന്താ ഇവിടെ പ്രശ്നം? അത് പറ. എന്താ പ്രശ്നമെന്നോ? ഈ മൂന്നാൻ എന്റെ തല കെട്ടിവെച്ച ഈ ഹിന്ദിക്കാരുടെ വയറ്റിൽ ഒരു ചോട്ടാ ബായി വളരുന്നുണ്ടെന്ന്. ഈ ചാരസന്തതി ആരുടേതാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ അല്ലാതെ നീ എന്തിനാ എന്റെ ബക്കറ്റ് ചേർന്ന? ബാപ്പുട്ടിയെ, ശരിക്കും എന്താ പ്രശ്നം? മാവേലി അവള് പറഞ്ഞത് കേട്ടാ, കുച്ചു കുച്ചു ഹോത്താഹേന്ന്. അവൾക്ക് കൊച്ചുണ്ടെന്ന്. എടാ മണ്ട ശിരോമണി, കുച്ചു കുച്ചു ഹോത്താഹേ എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചെന്നല്ല, പിന്നെ നിന്നോട് അവൾക്ക് കുറച്ച് സ്നേഹമുണ്ടെന്നാ. പഠിച്ചോനെ, ഞാനത് മനസ്സിലാക്കിയതിന്റെ കുഴപ്പാണ്. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോ തന്നെ കയറെടുക്കും. ഇത് സാധാരണക്കാരുടെ ജീവിതത്തിൽ മാത്രല്ല, നാട് ഭരിക്കുന്നവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാ. മണവാളിനും മണവാട്ടി ഇങ്ങോട്ട് വന്നേ. ഇവന് ഹിന്ദി അറിയില്ല, നിനക്ക് മലയാളം അറിയില്ല. ഭാഷകൾക്കേ അതിർവരമ്പുകളുള്ളൂ, സ്നേഹത്തിന് അതിർവരമ്പുകളില്ല. കുറ്റങ്ങളും കുറവുകളും പരസ്പരം ക്ഷമിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കണ മക്കളെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അക്കേലെത്തും അക്കേലേ ഹം എന്ന് പറഞ്ഞ അടുത്ത കൊല്ലം ഓണത്തിന് കാണാന്ന്. പണ്ട് കേരള നാട് വാണ അസുര രാജാവേ, നന്മ ചെയ്ത് താണു പോയൊരു നല്ല രാജാവേ. അങ്ങനെ ഒരു ഓണക്കാലം കൂടി മഹാബലിയോടൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു. ഇനി ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത ഓണത്തിന് നമുക്ക് വീണ്ടും കാണാം.